സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇത് നോർത്ത് ഇന്ത്യ ഒന്നും അല്ലല്ലോ. ഒരു വണ്ടി തട്ടിയെന്ന് പറഞ്ഞ് ഇതുപോലെ ആളെ ഉപദ്രവിക്കാൻ വേണ്ടി ആണോ? നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. കാരണം എന്താ അറിയോ, ഈ ആ വണ്ടി കണ്ട നിങ്ങളെ ആ ലോറി ഒരു ബസ്സിൽ ചെറുതായി തട്ടി എന്ന് പറഞ്ഞിട്ട് അവര് ഈ കിടന്ന ആ ഡ്രൈവർ എങ്ങനെ ആക്രമിക്കുന്നത്. ആ ഡ്രൈവർ കിടന്ന് തൊഴുന്നത് കണ്ടോ? ആള് തൊഴുകൈയോട് കൂടിയാണ് നിൽക്കുന്നത്. എന്നിട്ട് അയാളെ കയറി ഉപദ്രവിക്കുകയാണ് ഇവര്. വണ്ടി ആകുമ്പോൾ തട്ടും മുട്ടും എല്ലാം ചെയ്യും, സ്വാഭാവികമാണ്. പക്ഷെ ഒരാൾ ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല. ഇതിനകത്തൊരു തള്ള വന്നിട്ട്, തള്ളയെന്ന് തന്നെ പറയണം അതിലേക്ക്, ഒരു തള്ള വന്നിട്ട് അതാക്കണ്ടോ, ആ തള്ളയാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ തള്ള ഓരോന്നും പറഞ്ഞിട്ട് ആ ആണുങ്ങളെ വണ്ടിക്കകത്ത് കയറ്റി തല്ലിക്കുന്നത്. ആ വണ്ടിയുടെ ഗ്ലാസ് വരെ തല്ലി പൊട്ടിച്ചു. ആ ഈ വീഡിയോ എടുക്കുന്ന ചേട്ടൻ പറയുന്നുണ്ട്, ഒരു വണ്ടി തട്ടിയതും പറഞ്ഞ് ഇതുപോലെ ഒരാൾ ഉപദ്രവിക്കാൻ പാടില്ല ഒരിക്കലും. ഇത് നോർത്ത് ഇന്ത്യ അല്ലല്ലോ. നോർത്ത് ഇന്ത്യയിൽ ഓക്കെ ശരിയാണ്, ഇതുപോലെ തന്നെയാണ്, ഡ്രൈവറെ തല്ലിക്കൊല്ലും എല്ലാം ചെയ്യും. ഇത് നമ്മുടെ കേരളമാണ്, ആലുവയില് നടന്നൊരു സംഭവമാണ് 24-ാം തീയതി. നോക്കിയേ, എന്തൊരു കഷ്ടമാണ് നോക്ക്. വണ്ടികൾ തട്ടും മുട്ടും സ്വാഭാവികമാണ്, എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടല്ലോ. നോക്കിയാ ഗ്ലാസ് ഒന്ന് നോക്കിയാ, ഒരു ചങ്ങാതി കിടന്ന് ആ വണ്ടിക്കകത്ത് കയറി ആക്രമിക്കുന്നത് കണ്ടോ ആ ഡ്രൈവറെ. ആ മഹാപാവ അയാളുടെ മുഖം ഒന്ന് കാണണം. ഇത് നിങ്ങൾ ഷെയർ ചെയ്യാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഉപദ്രവിച്ച ആൾക്കാർ പലരും ഈ വീഡിയോയിലുണ്ട്. അവരുടെ ആൾക്കാർ കാണണം, ഇവരുടെ സ്വഭാവം എന്താണെന്ന് അവരുടെ നാട്ടുകാർ അറിയണം. അതറിയാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. അല്ല, എന്റെ വീഡിയോ റീച്ച് കിട്ടണോ അതൊന്നും എനിക്കൊരു വിഷയമേ അല്ല. ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്തേ പറ്റൂ. ഇതാ ഈ സ്ത്രീയാണ് നോക്കിയേ. കഷ്ടം. മഹാപാവത്തിനെ തല്ലി അങ്ങ് തീട്ടാക്കി കളഞ്ഞു.